കഴിഞ്ഞ് കേരളത്തിലെ കുട്ടികൾ അന്യസംസ്ഥാനങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുന്നു. പ്ലസ് ടു കഴിഞ്ഞാൽ കൂടിയും കേരളത്തിൽ നിൽക്കാൻ പല കുട്ടികൾക്കും താല്പര്യമില്ല. കേരളത്തിൽ കോളേജുകൾ ഇല്ലാഞ്ഞിട്ടല്ല, കേരളത്തിലെ ആർട്സ് കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ധാരാളമുണ്ട്. എന്നാൽ തങ്ങളുടെ തുടർ പഠനത്തിന് മിക്ക കുട്ടികളും കർണാടകമോ തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ ഡൽഹിയോ ഒക്കെ തിരഞ്ഞെടുക്കുന്നു. പൈസ കൂടുതലുണ്ടെങ്കിൽ ഇന്ത്യ തന്നെ വിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കാനാണ് കുട്ടികൾക്ക് ഏറെ താല്പര്യം. വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസ കുട്ടികൾക്ക് ചെയ്യണമെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ പോയി പഠിക്കേണ്ട അവസ്ഥ. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയല്ലേ ഈ കാണിക്കുന്നത്. പഠിക്കാൻ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. കോളേജുകളും ആർട്സ് കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ, ഇവിടെയൊക്കെ ധാരാളം സീറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾ ഇവിടം തിരഞ്ഞെടുക്കാതെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നു. ബാംഗ്ലൂരോ ചെന്നൈയിലോ ഹൈദരാബാദിലൊക്കെ പോയി ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും കൂടുതൽ കൂടി വരുന്നതാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ പല കോളേജുകളിലും ആവശ്യത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിന് കാരണം? പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ന്യൂനത തന്നെയാണ്. ഈ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ രീതി തന്നെ തച്ചുടയ്ക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ ന്യൂനതമായ ആശയങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നല്ല വിദ്യാഭ്യാസത്തിൽ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ തന്നെ ഉണ്ടാകും. അതിനി കൂടുകയുള്ളൂ. കാരണം കേരളത്തിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കോളേജുകളിലും ആർട്സ് കോളേജുകളിലും ഒക്കെ ആവശ്യത്തിന് കുട്ടികളില്ലാതെ വരികയും അവ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയും ചെയ്യുന്നൊരവസ്ഥ സമീപകാലത്ത് അധികം താമസിയാതെ തന്നെ ഉണ്ടാകുമെന്ന് കാര്യത്തിലൊരു സംശയം വേണ്ട. വിദ്യാഭ്യാസ രീതി തന്നെ മാറിയില്ലെങ്കിൽ, ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് പോലും നാലാളുകൾക്ക് നന്നായി ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ പുറത്ത് പോകണം, അല്ലെങ്കിൽ നല്ലൊരു ലാംഗ്വേജ് ഉണ്ടാകണമെങ്കിൽ പുറത്ത് പോകണമെന്ന ചിന്ത പല കുട്ടികൾക്കുമുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയാണത്. പലപ്പോഴും കുട്ടികൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ പാഠപുസ്തകത്തിലുള്ളത് അതേപടി വിഴുങ്ങുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ പൊതുവെ കണ്ടുവരുന്നത്. ഈ വിദ്യാഭ്യാസ രീതി തന്നെയാണ് കുട്ടികളിൽ ഭാഷാ പഠനത്തിനും മറ്റും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അവിടെ 10ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി പോലും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നു. കേരളത്തിലെ കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞാൽ പോലും നല്ല രീതിയിൽ ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ഒരു ഇംഗ്ലീഷ് നന്നായിട്ട് സ്പീച്ച് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ഈ രീതി മാറണം. ഇവിടെ ഇംഗ്ലീഷിന് നല്ല രീതിയിൽ സംസാരിക്കാൻ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഉന്നത വിദ്യാഭ്യാസം സിദ്ധിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ, ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു ശൈലി അല്ലെങ്കിൽ ഒരു സാഹചര്യം അവർക്കുണ്ടാകണം. അങ്ങനെ വന്നാൽ ഇവിടുന്ന് കുട്ടികൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നത് ഒഴിവാകും. അതിനുവേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ.